തുളുമ്പാത്ത കോഫി ഗ്ലാസും കുടിച്ചു തീരാത്ത കോഫിയുമായി നെതന്യാഹു വീണ്ടും എക്സിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നെതന്യാഹു എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമായാണ് ഇസ്രായേൽ നെതന്യാഹുവിന്റെ വീഡിയോ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. നെതന്യാഹു ചായ കുടിക്കുന്ന ഈ വീഡിയോയും കൃത്രിമം നിറഞ്ഞതാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ ഇക്കണ്ട സാഹസം മുഴുവനും കാണിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോയിലെ കോഫി ഗ്ലാസ് ഒന്ന് സൂം ചെയ്ത് നമുക്ക് നോക്കാം. מה שאלת אותי? ראש הממשלה אומרים ברשת שאתה בכלל מת? אני מת על קפה, אתה יודע מה? אני מת על העם שלי. איך הם מתנהגים, פנטסטי. നിറയെ കോഫിയുണ്ട്. കയ്യിലെ ഗ്ലാസ് ചെരിഞ്ഞിട്ടും ഒരു തുള്ളി കോഫി പോലും താഴേക്ക് വീഴുന്നില്ല. היית? ഇപ്പോൾ നെതന്യാഹു കോഫി കുടിക്കുന്നു. ראש של המסר കുടിച്ചതിന് ശേഷവും ഗ്ലാസ്സിലെ കോഫിയുടെ അളവിൽ മാറ്റമില്ല. לקבררים? לצאת להתאוורר? നെതന്യാഹുവും ഈ കോഫി ഗ്ലാസും റിയൽ ആണെങ്കിൽ കോഫി ഗ്ലാസ് തുളുമ്പുകയും ഗ്ലാസ്സിലെ കോഫി കുറയുകയും ചെയ്യണമായിരുന്നു. ഇതിനർത്ഥം ഒന്നുകിൽ നെതന്യാഹു ജീവനോടെയില്ല, അല്ലെങ്കിൽ മൃതപ്രായനായിരിക്കുന്നു എന്നാണ്. ചെറിയ ക്ലാസ്സുകളിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിന് നമുക്ക് കണ്ടുപിടിക്കാം എന്നൊരു ഭാഗമുണ്ടായിരുന്നു. ഇവിടെ ഞാൻ അതിനായി തിരഞ്ഞെടുത്തത് ഗൂഗിൾ ജെമിനിയെയാണ്. ഗൂഗിൾ ജെമിനി എനിക്ക് നൽകിയ ഉത്തരം നമുക്ക് നോക്കാം. ഗൂഗിൾ പറയുന്നു, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിലെ ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ചില എഡിറ്റിംഗ് സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ ഗൂഗിൾ ജെമിനി കണ്ടെത്തിയ ആ എഡിറ്റിംഗ് സാധ്യതകൾ: ഒന്ന്, ഗ്ലാസ്സിലെ ദ്രാവകം, ആ കുടിക്കുന്നത് ചായയോ കോഫിയോ എന്തുമാകട്ടെ, അദ്ദേഹം ഗ്ലാസ് ചരിക്കുമ്പോൾ ഉള്ളിലെ ആ ദ്രാവകം അനങ്ങുന്നില്ല എന്നത് ഒരു പ്രധാന സൂചനയാണ്. ദ്രാവകത്തിന്റെ ഫിസിക്സ് സ്വാഭാവികമല്ല എന്നർത്ഥം. രണ്ട്, കോഫിയുടെ അളവ്, കുടിച്ചതിന് ശേഷം ഗ്ലാസ്സിലെ അളവ് കുറയാത്തത് ഇത് ഡിജിറ്റലായി ചേർത്തതാകാം എന്ന നിഗമനത്തിലെത്തിക്കുന്നു. മൂന്ന്, എഡ്ജ് ബ്ലെൻഡിംഗ്, ഗ്ലാസിന്റെയും പ്രധാനമന്ത്രിയുടെയും അഥവാ നെതന്യാഹുവിന്റെയും രൂപരേഖകളിൽ ചിലയിടങ്ങളിൽ ചെറിയ കൃത്രിമത്വം കാണാൻ സാധിക്കുന്നുണ്ട്. നാല്, ഗ്രീൻ സ്ക്രീൻ ഉപയോഗം, അദ്ദേഹം നിൽക്കുന്ന പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ ദൃശ്യവും തമ്മിൽ ചേരാത്ത ഭാഗങ്ങൾ വീഡിയോയിൽ കാണാം. ചുരുക്കത്തിൽ AI സാങ്കേതിക വിദ്യ കൃത്യമായി ഉപയോഗിച്ച വീഡിയോ തന്നെയാണ് ഇതെന്ന് ഉറപ്പിക്കാം. നെതന്യാഹു പൂർണ്ണ ആരോഗ്യവാനാണെന്നും അദ്ദേഹം ജീവനോടെയുണ്ടെന്നും കാണിച്ച സൂത്രവാക്യത്തിലെ പാളിച്ചകളാണിതെല്ലാം. ഒരുപക്ഷെ നെതന്യാഹു ജീവനോടെ ഉണ്ടായിരിക്കാം. പുറത്തു വരാൻ കഴിയാത്ത വിധം എന്തോ സംഭവിച്ചിട്ടുണ്ട്. ജീവനുള്ള നെതന്യാഹുവിന്റെ കൈകളിൽ കൃത്രിമമായി പിടിപ്പിച്ചതാവാം ഈ കോഫി ഗ്ലാസ്. അതിനുവേണ്ടി നെതന്യാഹുവിന്റെ പഴയ ഒരു വീഡിയോ നൽകി AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാവാം ഈ വീഡിയോയും. എന്തായാലും നെതന്യാഹു ഒരു പൊതുവേദിയിൽ പൊതുജനങ്ങളുടെ കൂടെ പ്രത്യക്ഷപ്പെടുന്നത് വരെ നെതന്യാഹുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.